Hi my friends, happy Women's Day. ഇന്ന് സെൽഫ് പാമ്പറിംഗ് ആണ്. അപ്പോൾ പാമ്പറിങ് അതായത് മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് സെൽഫായിട്ട് നല്ല ഹാപ്പി ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഫസ്റ്റ് ഫേസ് ക്ലീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഫേസ് അതുപോലെ 2 ചെവി, കഴുത്ത് ഇതൊക്കെ നമ്മൾ ക്ലീൻ ആക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൂടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്രേ ഉണ്ട്. ഇത് കണ്ടോ, മൂടി MOODY. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ഫ്രഷ് ആവും, നല്ല മോയ്സ്ചറൈസിങ് ആവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് ഞാൻ സ്പ്രേ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രേ ചെയ്തു. ഇനി ഒരു 2-3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം. സ്പ്രേ ചെയ്തതിന് ശേഷം ടിഷ്യൂ ഒന്നും വേണ്ട. പക്ഷെ ഞാൻ അടിച്ചപ്പോഴേ കുറച്ച് കണ്ണിലേക്ക് പോയി. അത് കാരണം ഞാൻ കണ്ണിൻ്റെ അവിടെ തളച്ചതാണ് കേട്ടോ. നമ്മൾ കണ്ണടച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. ഇനി ഇത് കഴിഞ്ഞപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പീൽ ഓഫാണ്. അപ്പോൾ ഇതിപ്പോൾ പീൽ ഓഫ് എവരി യൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, നാച്ചുറലാണ്. ഇതൊന്ന് ഡ്രൈ ആവണം. ഇനി ഇത് 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വരും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരു കാരണവശാലും നമ്മൾ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കരുത്. ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ നിന്ന് മേലേക്കായിട്ട് പതുക്കെ കുറച്ചായിട്ട് പീൽ ഓഫ് പൊളിച്ചെടുക്കുക. ബാക്കിയുള്ളത് വാഷ് ചെയ്യും. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി അതിന് ശേഷം നമ്മൾ പൊളിച്ചെടുത്തതിന് ശേഷം ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ വെള്ളം തൊട്ട് അതൊക്കെ കളഞ്ഞ് നമ്മൾ നല്ല വ്യത്യാസമൊന്നും അല്ലേ. ഓക്കെ, ഇനി നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, പീൽ ഓഫ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായല്ലോ. അപ്പോൾ അപ്ലൈ ചെയ്ത സമയത്ത്, അതായത് ഉണങ്ങുന്ന വരെ മാത്രമല്ല, നമ്മളത് പൊളിച്ചെടുക്കുന്നത് വരെയും നമ്മൾ സംസാരിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം സ്കിൻ ടൈറ്റൻ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതുക്കെ അത് പീൽ ഓഫ്, അതായത് പതുക്കെ പൊളിച്ചെടുക്കുക. ആ സ്കിൻ ടൈറ്റൻ ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുക. കുറച്ച് ഭാഗത്തൊക്കെ പൊളിഞ്ഞ് കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ നമ്മളതിനെ വെള്ളം സ്പ്രേ ചെയ്ത് അതിനൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം തുടച്ച് മാറ്റാം. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ക്രബ് ഇടാൻ പോവാണ്. ഇതാണ് കണ്ടോ, എവരി യൂത്തിൻ്റെ. ഓക്കെ, അതിൻ്റെ ഇടയിൽ മുടി കഴിഞ്ഞ് പോയി, ഒന്ന് കെട്ടി വയ്ക്കട്ടെ. ഓക്കെ, കുറച്ചെടുത്താൽ മതി സ്ക്രബ്. സ്ക്രബ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ലേശം ഐസ് വാട്ടർ മിക്സ് ചെയ്ത്, ഐസ് വാട്ടർ ഇതെങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി, റബ്ബ് ചെയ്താൽ മതി. ലൈറ്റായിട്ട് ഒന്ന് റബ്ബ് ചെയ്യുക. നമുക്ക് സ്കിന്നിലൊന്ന് ഓടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു 5 മിനിറ്റ്സ് റബ്ബ് ചെയ്യുക. എപ്പോഴും നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ താഴ്ന്ന് മേലേക്ക് വേണം കേട്ടോ. അത് നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മസാജ് ചെയ്യലോ, നമ്മൾ മസാജ് ചെയ്യുമ്പോഴും എപ്പോഴും താഴെ നിന്ന് മേലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ്സ് ചെയ്താൽ മതി. വളരെ ലൈറ്റായിട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും നല്ല പ്രസ് ചെയ്ത് ചെയ്യരുത്. സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും
റിമൂവ് ആവും. കണ്ടോ? കൂടുതൽ, അതായത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബ്ലാക്ക് ഹെഡ് റിമൂവർ യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ കുറേയൊക്കെ നമ്മളുടെ ഈ സ്ക്രബ് വഴി പോകുന്നതായിരിക്കും. ചെയ്യുമ്പോൾ മൂക്കിൻ്റെ ഭാഗം, കവിള്, ചുണ്ടിൻ്റെ രണ്ട് സൈഡ്, ഇവിടെ അല്ല, പിന്നെ താഴേന്ന് മേലേക്ക് അതല്ല ഇങ്ങനെ ഇതാ, ഇത്ര മതി. നമുക്കിതിനെ വാഷ് ചെയ്യാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമ്മളിത് ടിഷ്യൂ എടുത്ത് ക്ലീൻ ചെയ്യാം. കണ്ടോ? അപ്പോൾ എൻ്റെ സ്കിൻ കണ്ടോ, നേരത്തെ കണ്ടതിനേക്കാളും നല്ല വ്യത്യാസമായില്ലേ? ഇത്രയും ചെയ്താൽ മതി. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല സൂപ്പറാവും. ഓക്കെ, അപ്പോൾ നല്ല പോലെ ടിഷ്യൂ വെച്ച് നമ്മൾ ഡ്രൈ ആക്കുക. അതിനുശേഷം ഇനി ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകാട്ടോ. ലൈറ്റ് മേക്കപ്പാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാൻ സാധാരണ ചെയ്യുന്ന മേക്കപ്പ് ലൈറ്റ് മേക്കപ്പ്. ഇപ്പോൾ ബിഫോർ മേക്കപ്പ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. അതായത് .NK കണ്ടോ, .NK. ഇത് ഞാൻ ഒരിക്കൽ വേറെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതാണ്. ഇത് ഒക്കെ അത് ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. അല്ലാതെ ഇത് ഒരു സ്പോൺസർ ഇതൊന്നുമല്ല. സാധാരണ പൊതുവെ ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. ഇത് .NK സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പോകാം. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സ്കിന്നൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നല്ല സിൽക്കിയാണ്, നല്ല സുഖം. ലൈറ്റായിട്ട് ഈവണായിട്ട് എല്ലായിടത്തേക്കും ഇതാക്കി കൊടുക്കാം കേട്ടോ. ഇത് ഫുൾ കവറേജാണ്. ഇത് ലാക്മിയുടെ ഒരു ഫൗണ്ടേഷനാണ്, അതായത് CC ക്രീം. ഞാൻ ഇതൊന്നും അപ്ലൈ ചെയ്യാറില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ്. ഞാൻ ഇതൊന്നും അപ്ലൈ ചെയ്യാത്ത ഓരോ ഐറ്റംസാണ്. എങ്കിലും ഇത് നല്ലതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. ഒരു 2 ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ ഞാൻ. കണ്ടോ, ഫൗണ്ടേഷൻ ബേസ് CC ക്രീം ലാക്മിയുടെ. എല്ലാവർക്കും യൂസ് ചെയ്യാൻ നല്ലതാണ്. ബിഫോർ ലൈറ്റ് മേക്കപ്പ് കേട്ടോ. ഇത് ബിഫോർ മേക്കപ്പിന് മുമ്പ് ചെയ്യാനുള്ളതാണ്. വളരെ സിമ്പിളാണ്. CC ക്രീം. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെവി അതുപോലെ കഴുത്ത് അല്ല, ഈ ഭാഗമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. എല്ലാത്തിനും ഈവണാക്കുക. ആദ്യം നമ്മൾ ഇവിടെ ഡോട്ട്, ഇവിടെ പിന്നെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുക. 2-3 അടിയിലൊക്കെ. എന്നിട്ട് ലൈറ്റായിട്ട് ഈവണാക്കി എടുത്താൽ മതി. ഇതൊരു പുതിയ പ്രോഡക്റ്റാണ്, റെനി. ഇത് നമുക്ക് ഇപ്പോൾ ചീക്സിൽ അപ്ലൈ ചെയ്യാം, ലിപ്സ്റ്റിക്കിന് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ എന്താ പറയുക, ചെറുപ്പക്കാർക്ക് അതുപോലെ കുറച്ച് ഏജ് ആയവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. നെയിം ടിൻ്റാണ്. റൂഷ് ഞാൻ പറഞ്ഞത് 2 ഇതിനും യൂസാണ് നമുക്ക്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ജെല്ല് ടൈപ്പാണ്. ഇത് കണ്ട, ജെല്ലി ടൈപ്പാണ്. കാണുമ്പോൾ കഴിക്കാൻ തോന്നും അല്ലേ? ഇത് ലേശിട്ടാൽ മതി. വെരി ലെസ്. ഇത് ലാസ്റ്റ് ഞാൻ ചെയ്യും കേട്ടോ. ലൈറ്റായിട്ട് ഒരു ലേശം ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് കുറച്ചിഷ്ടം, പിന്നെ കൂടുതൽ എല്ലാവരെയും ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ കൂട്ടിയിടണമെങ്കിൽ കൂട്ടിയിടാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം.
വളരെ ലൈറ്റ് മേക്കപ്പിന് നമുക്ക് ഇപ്പോൾ പുറത്തേക്കൊന്ന് പെട്ടെന്ന് പോകണം എന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് മേക്കപ്പാണ്. അപ്പോൾ എല്ലാം സിമ്പിളാണ്. വളരെ കുറച്ച് വിധം മാത്രം നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒരു ലിപ്സ്റ്റിക്കാണ് ഇനി അടുത്തത് ഞാൻ ഇടാൻ പോണത്. അപ്പോൾ നേരത്തെ ഇട്ടത് ഞാൻ ലിപ്സ്റ്റിക്ക് ഞാൻ ഇതിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടില്ല. ബ്ലഷ് മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതിൽ നിന്ന് വേണമെങ്കിൽ ലിപ്പിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉണ്ടോ? പിന്നെ ഇനി ഇത് കരൺ ജോഹർ കമ്പനിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് കിട്ടുക. അതിൻ്റെ താഴെ നിന്ന് നമ്മൾ പ്രസ് ചെയ്യുക. അത് കണ്ടോ? എന്നിട്ട് മേലെ നിന്ന് നമുക്കതിങ്ങനെ എടുക്കാം. ഇത് കണ്ടോ? നല്ല കളറാണ്, എനിക്കിഷ്ടമുള്ള കളർ. ഇതിന് ബ്രഷ് വേണം, പക്ഷേ ബ്രഷ് എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത് വെച്ചിട്ട് ഇട്ടുതരാം. ലിപ്സ്റ്റിക് ഇടുന്നത് എനിക്കിഷ്ടമാണ്. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഹായ് മൈ ഫ്രണ്ട്സ്, ഇപ്പോൾ ഐ എം റെഡി നൗ. കണ്ടോ? ഞാൻ റെഡി. ഞാനൊന്ന് ഔട്ട് സൈഡ് പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റുകൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തത്. കണ്ടോ? സെക്കൻഡ് അപ്ലൈ ചെയ്തതാണ് ഇത്. ഇത് തേർഡ് അപ്ലൈ ചെയ്തത്. ഞാൻ ഓരോന്നും അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു വട്ടം കൂടി ഞാൻ കാണിച്ചു തരുന്നതാട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അപ്ലൈ ചെയ്തത് ഡോട്ട്.എൻ.കി സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. കണ്ടോ? ഡോട്ട്.എൻ.കി. പിന്നെ അതിനുശേഷം ലൈറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കൂടുതൽ മേക്കപ്പ് ചെയ്യാനായിട്ട് നമുക്ക് അതിനുള്ള ടൈമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് ലൈറ്റായിട്ട് ഈ ക്രീം അപ്ലൈ ചെയ്താൽ മതി. ഇത് ലാക്മേഡിയാണ്. ഇതും ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഞാൻ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് റിനി കമ്പനിയുടെ ഒരു ബ്ലഷാണ്. ഇത് നമുക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിനെ നമ്മൾ പറയുക ടിൻറ്റ് എന്നാണ്, TINT. പിന്നെ ഇത് ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇതാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ച നല്ല പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ലിപ്സ്റ്റിക്കും ഇതുപോലെ കരൺ ജോഹർ കമ്പനിയാണ്. ഇത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. കരൺ ജോഹർ. ഓക്കെ. ഈ ലിപ്സ്റ്റിക്കിൻ്റെ പേര് പാർട്ടി പൗട്ട്. കരൺ ജോഹർ കമ്പനി കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നതാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോഫ്റ്റും കൂടിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ഫേസൊക്കെ? എങ്ങനെയുണ്ട്? സിമ്പിളാണ് കേട്ടോ. നിങ്ങളൊക്കെ കമൻസ് ഇടുക. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഈ നോട്ടീസ് മാർച്ച് 18 തൃശ്ശൂർ മംഗള ടവറിൽ നടക്കുന്ന നല്ലൊരു ക്ലാസ്സാണ്. എല്ലാവരും വരിക കേട്ടോ.